ഗായ്സ് ഇന്ന് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ഫയർ ഹെഡ്ഷോട്ട് ആപ്പ് സെൻസിറ്റിവിറ്റി ട്രൈ ചെയ്യുകയാണ്. പലവരും പറയുന്നത് ഈ സെൻസിറ്റിവിറ്റി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റൈസ്റ്റാറിനെ പോലെ കളിക്കാന്നാണ്. നോക്കാം നമ്മളെ ഗെയിം പ്ലേയിൽ ഹെഡ്ഷോട്ട് ഇൻക്രീസ് ചെയ്യാൻ കഴിയുമോ എന്ന്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. പ്ലേ സ്റ്റോറിൽ വന്ന് ഞാൻ ഫ്രീ ഫയർ ഹെഡ്ഷോട്ട് ആപ്പ് സെർച്ച് ആക്കി. ഗൈസ് ഈ ആപ്പാണ് നമുക്ക് ഫ്രീ ഫയറിൽ ഹെഡ്ഷോട്ട് അടിക്കാൻ സഹായിക്കുന്നത്. ഒന്നാമത്തെ ആപ്പിന്റെ പേര് ഒൺലി റെഡ് സെറ്റിംഗ് എന്നാണ്. ഗൈസ് ഞാനിവിടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കി. ഗൈസ് ആപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ എന്തൊക്കെ കുറച്ച് മൊബൈൽ കമ്പനികളുടെ പേര് കാണിക്കുന്നുണ്ട്, ഓരോ മൊബൈൽ ബ്രാൻഡിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. സോ ഞാനിവിടെ ഷവോമി എന്നാണ് സെലക്ട് ചെയ്യുന്നത്. എൻ്റെ ഫോൺ ഷവോമിയാണ്. ഇവിടെ ഒരുപാട് മൊബൈൽ ബ്രാൻഡ് ഉണ്ട്. ഗൈസ് ഞാനിവിടെ ഷവോമി സെലക്ട് ചെയ്യാണ്. ഷവോമി സെലക്ട് ചെയ്തപ്പോൾ കണ്ടോ ഗൈസ്, ഷവോമി മൊബൈൽ ബ്രാൻഡിൻ്റെ എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട്. എല്ലാ മോഡൽസ് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് മോഡൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ മോഡൽ സെലക്ട് ചെയ്യാണ്. ഓ മച്ചാൻ അത് കണ്ടോ, നമുക്കുള്ള സെൻസിറ്റിവിറ്റി റെഡി ആയിട്ട് നമ്മളെ ഫോണിനനുസരിച്ചുള്ള സെൻസിറ്റിവിറ്റിയിൽ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഗൈസ് എന്തായാലും ഈ ആപ്പ് തന്നെ സെൻസിറ്റിവിറ്റിയും അതുപോലെ ബട്ടൻ്റെ സൈസും നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. ബട്ടൺ മീൻസ് ഫയർ ബട്ടൺ. ഓക്കെ, സോ ജനറലി മാത്രം നമ്മൾ കൊണ്ടുപോയിട്ടാൽ മതി, ബാക്കിയുള്ള നമ്മൾ നോക്കണ്ട, കാരണം ബാക്കിയുള്ള നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്കെന്താ വേണ്ടേ, വൺ ടാപ്പ് മാത്രം. ഗൈസ് അപ്പോൾ നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ സെൻസിറ്റിവിറ്റി വന്നതിന് ശേഷം ഞാൻ അവർ പറഞ്ഞ പോലെ 191 ആക്കിയിട്ടുണ്ട്. അതുപോലെ ഫയർ ബട്ടൺ ഞാൻ നേരെ 56% ഇട്ടിട്ടുണ്ട്. ഗൈസ് ഞാൻ ഗണ്ണ് എടുത്ത് വന്നിട്ടുണ്ട്. ഓ എന്തോന്നാണ് ഇത് ഗൈസ്, മാനത്തുകാണ് വെടി പോകുന്നത്. എപ്പോഴേലും ഒരു ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെൻസിറ്റിവിറ്റി പെർഫെക്റ്റ് എന്നാൽ എല്ലാം എന്നാണ് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണും ഏകദേശം ആൾമോസ്റ്റ് ബുള്ളറ്റൊക്കെ നമ്മളത് റീകോയിൽ ആവുന്നുണ്ട്. ഓക്കെ ഇതാ കണ്ടോ, റീകോയിൽ ആവുന്നത് കണ്ടോ ഗൈസ്. UMP ഒക്കെ പക്കാ റീകോയിലാണ്. എനിക്ക് പറ്റിയൊരു പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി അല്ല ഇത്. നമ്മുടെ നോർമൽ സെൻസിറ്റിവിറ്റിൻ്റെ അടുത്ത് ഈ ഒരു ആപ്പ് തന്ന സെൻസിറ്റിവിറ്റി എത്തുന്നില്ല. ഗൈസ് ഫൈനൽ റിസൾട്ട് പറയുകയാണെങ്കിൽ ഇതൊത്തില്ല. അങ്ങനെ അത് വർക്കാവാത്തതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ ഈ രണ്ടാമത്തെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഈ ഒരു ആപ്പിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യലൊക്കെ അൺലോക്ക് ചെയ്യാമെന്നാണ്. കേസ് അപ്പോൾ ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ആക്കി എൻ്റർ ആയിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ഡിവൈസും കാര്യങ്ങളും ഇവർ ഓൾറെഡി ഡിറ്റക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് പെർഫെക്റ്റ് സെൻസിറ്റിവിറ്റി ജനറേറ്റ് ചെയ്യാനും. സോ ഇവിടെ ഏതൊക്കെ ഗണ്ണിനാണ് നിങ്ങൾക്ക് സെൻസിറ്റീവ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ യൂണിവേഴ്സൽ കൊടുത്ത്, പിന്നെ CS-ലാണോ BR-ലാണോ ഉപയോഗിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ CS കൊടുത്തിട്ടുണ്ട്. ഞാൻ വിത്തൗട്ട് DPI-ലാണ് ചെയ്യണത്. സോ ഞാനിവിടെ ജനറേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. എനിക്ക് DPI ആയിട്ട് ഫോണിനെ അടിച്ചു പോകാൻ പൂതിയില്ല. അങ്ങനെ കഴിച്ച് നമുക്ക് വേണ്ടിയുള്ള സെൻസിറ്റിവിറ്റി ഇവർ ജനറേറ്റ് ചെയ്യേണ്ടത്. ഗസ് ഈ ആപ്പ് തന്ന സെൻസിറ്റിവിറ്റിയും നേരത്തെ ആപ്പ് തന്ന സെൻസിറ്റിവിറ്റിയും ജനറലിൽ വലിയ വ്യത്യാസമില്ല. നേരത്തെ 191 ആണെങ്കിൽ ഇപ്പം 196 തന്നിരിക്കുന്നത്. പക്ഷേ ഫയർ ബട്ടണിലാണ് 47% ഉള്ളായിരുന്നത്. പക്ഷേ നേരത്തെ ആപ്പ് പറഞ്ഞത് നേരെ തിരിച്ചായിരുന്നു, 56% ആയിരുന്നു. ഗൈസ് അങ്ങനെ ആ സെൻസിറ്റിവിറ്റിയും ആ ഫയർ ബട്ടൻ്റെ സൈസും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ആപ്പ് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ വുഡ്പക്കർ എടുക്കുകയാണ്. ഗൈസ് ഇത് ലാഗ് ആയതാണ്. ഓ ഗൈസ് അത്യാവശ്യത്തിന് ഹെഡ് ഷോട്ട് കയറുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ റീകോയിൽ ഉണ്ട് കേട്ടോ ഗൈസ്. 50-50% ആണ്. ഫസ്റ്റ് ആപ്പ് തന്ന സെൻസിറ്റിവിറ്റിനായിട്ട് എത്ര ബെറ്റർ ആണ് ഈ സെൻസിറ്റിവിറ്റി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും വുഡ്പക്കർ വെച്ച് അത്യാവശ്യത്തിന് ഹെഡ് ഷോട്ടും കാര്യങ്ങളും കയറുന്നുണ്ട്, എന്നാലും റീകോയിലുണ്ട്. പക്ഷേ ഗൈസ് ഒരു പ്രശ്നമുണ്ട്, അതെന്താ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഗൈസ് നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ ഏത് സെൻസിറ്റിവിറ്റി ഇട്ടാലും അതിൽ ഹെഡ് ഷോട്ട് കയറാനും കയറാതിരിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ 200-ലിട്ടാലും 150-ലിട്ടാലും 100-ലിട്ടാലും ഹെഡ് ഷോട്ട് കയറും. ഹെഡ് ഷോട്ട് ഡിപ്പെൻഡ് ചെയ്യണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഗണ്ണ്, നിങ്ങളുടെ ഫയർ ബട്ടൻ്റെ സൈസ്, എനിമിയിൽ നിന്ന് നിങ്ങൾക്കുള്ള ദൂരം പോലത്തെ ഒന്നും കൂടിയാണ് ജനറൽ സെൻസിറ്റിവിറ്റി. പക്ഷെ അത് മാത്രം നിങ്ങൾ സെറ്റാക്കി വിചാരിച്ച് നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് കയറണമെന്നില്ല. നിങ്ങൾ 100-200-ൻ്റെ ഇടയിലുള്ളൊരു സെൻസിറ്റിവിറ്റി കണ്ടുപിടിച്ച് അതിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ആ സെൻസിറ്റിവിറ്റി മാറ്റാതെ ഇരിക്കുക. കാരണം പല സെൻസിറ്റിവിറ്റിക്ക് പല ഡ്രാഗാണ്. സോ അതുകൊണ്ട് തന്നെ ഈ സെൻസിറ്റിവിറ്റി തെറ്റാണ്, ആ സെൻസിറ്റിവിറ്റി തെറ്റാണെന്നുള്ളൊരു ഇതില്ല. സോ ഇങ്ങനെ കളിച്ച് നോക്കുക. അതായത് ഒരു സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുക, പിന്നെ അതിൽ സ്റ്റിക്കായി നിൽക്കുക മാക്സിമം. സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.